അവിടെ വാഗമണ്ണിൽ ഒരു വീടിന് മുകളിൽ എന്താണ് ഒരു മണ്ണിടിഞ്ഞ് വീണിട്ട് ഒരാൾ അവിടെ കുടുങ്ങി കിടക്കുന്നു എന്ന് നേരത്തെ സുബിൻ സൂചിപ്പിച്ചിരുന്നു. അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളൊന്ന് ചോദിക്കാം അല്ലേ? അതെ അതെ സുബിൻ, എന്താണ് നിലവിലെ സാഹചര്യം ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം? നിലവിൽ മഴ മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട്. അതേസമയം മഴക്കെടുതികളുടെ വ്യാപ്തി കൂടുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പല സ്ഥലങ്ങളിലും മണ്ണിടിഞ്ഞും മരം വീണും വീടുകൾക്ക് കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുള്ള സംഭവങ്ങളുമുണ്ട്. തൊടുപുഴ ആലക്കോട് 2 വീടുകളാണ് ഈ മഴയിൽ തകർന്നത്. അതോടൊപ്പം തന്നെ വാഗമൺ കോലാഹലമേട്ടിൽ ഒരു വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണിരുന്നു. ഇവിടെ ഒരാൾ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുവരെ അദ്ദേഹത്തെ പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല, വീടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതാണ് ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്നത്. ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഈ കുട്ടിക്കാലത്തു നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് ഉൾപ്പെടെ അവിടെ എത്തി ഈ മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഒരു വ്യക്തി ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന സ്ഥലമാണ്. പ്രഭാകരൻ നായർ എന്ന വ്യക്തിയാണ് അവിടെ താമസിച്ചിരുന്നത്. ഇയാളുടെ വീടിന് മുകളിലേക്കാണ്, അദ്ദേഹം കിടന്ന മുറിയുടെ മുകളിലേക്കാണ് ഈ മണ്ണ് പൂർണ്ണമായും വീണിട്ടുള്ളത്. ഇയാളെ പുറത്തെത്തിക്കാൻ കഴിയൂ, മരണം സ്ഥിരീകരിക്കാൻ കഴിയൂ, മരണം സംഭവിച്ചിട്ടുണ്ടാകാം എന്നുള്ളൊരു നിഗമനം എന്തായാലും ഉണ്ട്. അതായത് നിലവിൽ ഇപ്പോഴും അവിടെ പരിശോധന തുടരുകയാണ്. നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും പോലീസിന്റെയും ഒക്കെ നേതൃത്വത്തിലാണ് അവിടെ ഈ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. അതോടൊപ്പം തന്നെ അടൂർ മലയിൽ ഈ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട സ്ത്രീയുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെയും ശ്രമകരമായ രക്ഷാപ്രവർത്തനമാണ് നടന്നത്. 29 അംഗ NDRF സംഘവും അതോടൊപ്പം പൂരമറ്റത്തിൽ നിന്നും തൊടുപുഴയിലുള്ള ഫയർഫോഴ്സ് അവിടെ ഈ ഒരു പരിശോധന നടത്തുകയും ഈ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തത്. വീടിനുള്ള ഭാഗത്തു നിന്ന് ഏകദേശം 100 മീറ്റർ മാറി താഴ്ഭാഗത്തു നിന്നാണ് ഈ മരിച്ച സുമതിയുടെ മൃതദേഹം കണ്ടെത്താനായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നതിനിടെ, മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് മണ്ണിടിച്ച സമയത്ത് വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നതിനിടെ ഇവർ മണ്ണിൽ അകപ്പെട്ട് പോവുകയായിരുന്നു. ഇവിടെ നിന്ന് 2 പേർ രക്ഷപ്പെട്ടിട്ടുമുണ്ട്. സുമതിയുടെ ഭർത്താവും അതോടൊപ്പം തന്നെ മകനും രക്ഷപ്പെട്ടിട്ടുമുണ്ട്. നിലവിൽ ഈ ജില്ലയിലെ ചെറു ഡാമുകൾ എല്ലാം തന്നെ നിറഞ്ഞു കവിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലത്തെ അർദ്ധരാത്രി മുതൽ ചില അസാധാരണമായ മഴയാണ് ഇത്തരത്തിൽ ചെറു ഡാമുകളിലേക്കൊക്കെ വലിയ രീതിയിൽ നീരൊഴുക്ക് വർദ്ധിപ്പിച്ചത്. നിലവിൽ ഇരട്ടയാർ ഡാമിന്റെ സ്പിൽവേ ഷട്ടറിലൂടെ വെള്ളം പുറത്തേക്ക് ഒഴുക്കുമെന്ന നിർദ്ദേശം KSEB നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തീരപ്രദേശങ്ങളിലുള്ളവർ കടുത്ത ജാഗ്രത പാലിക്കണമെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ മലങ്കര ഡാമിന്റെ ഷട്ടറുകളും കൂടുതലായി ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കും. നിലവിൽ ഈ നാശനഷ്ടങ്ങളൊക്കെ വിലയിരുത്തി കഴിഞ്ഞതുകൊണ്ട് ഏകദേശം എത്രത്തോളം നാശനഷ്ടങ്ങൾ പല മേഖലകളിലുമായി ഉണ്ടായി നടക്കുന്ന കാര്യങ്ങളെല്ലാം പരിശോധിച്ച് എത്തുന്നതേ ഉള്ളൂ. കൊക്കയാർ അതുപോലെ തന്നെ കുട്ടിക്കാനം ഉൾപ്പെടെയുള്ള മേഖലകളിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏലപ്പാറ മേഖലകളിലും ഈ വീടുകളിൽ വെള്ളം കയറി നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിലവിൽ ഈ മേഖലകളിലെല്ലാം ആളുകളെ മാറ്റി പാർപ്പിച്ചിരിക്കുകയുമാണ്. അതീവ ജാഗ്രതാ നിർദ്ദേശം ഈ റെഡ് അലർട്ട് തുടരുന്ന സാഹചര്യത്തിൽ ഈ ജില്ലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നു. പ്രധാനമായും മൂന്നാർ മുതൽ വാളറ വരെയുള്ള ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് ഇപ്പോഴും മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ വലിയ മൺതിട്ടകൾ ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അവിടെ മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ആദ്യഘട്ടത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ഈ മൂന്നാറിന് സമീപം ഹെഡ്വർത്ത് ഡാമിന് സമീപത്തായാണ് ഈ മണ്ണിടിച്ചിൽ സാധ്യത കൂടുതലുള്ളത്. അവിടെ കടുത്ത ജാഗ്രത പുറപ്പെടുവിച്ചിരിക്കുകയാണ്. വാഹനങ്ങൾ അതുവഴി കടന്നു പോകുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ അടിമാലി മേഖലയിൽ ഈ ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരുന്നു. അവിടെ ഈ മണ്ണ് നീക്കം ചെയ്ത് നിലവിൽ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്.